മന്ത്രി റവന്യൂ മന്ത്രി കെ രാജൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, 2 പേർ മരണപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും ഏതാണ്ട് ഒരേ സ്ഥലത്ത് തന്നെയാണ് ഒരാൾ മരണപ്പെട്ടത് എന്നുള്ളതാണ്. ഇതിപ്പോൾ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയവർ ആണ് ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടത്. ഏത് തരത്തിലാണ് ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റുക? ഇതൊരു വളരെ ദൗർഭാഗ്യകരവും സങ്കടകരവുമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. സാധാരണ ഇപ്പോ നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഈ പ്രദേശത്ത് തന്നെ, അതിരപ്പള്ളി വാഴച്ചാൽ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കാട്ടിൽ നിന്ന് ആന നാട്ടിലേക്ക് ഇറങ്ങി കൃഷിയും ആൾനാശവും ഉണ്ടാക്കുന്ന വിധത്തിൽ ഉയർന്നു വന്നിരുന്ന പ്രശ്നമായിരുന്നു. അത് പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരവെയാണ് ഇപ്പോൾ കാടിനകത്ത് കാട്ടുവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ മരണപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. നിങ്ങൾ ശരിയാംവിധം പറഞ്ഞതുപോലെ മിനിസ്റ്റർ, കേൾക്കാമെങ്കിൽ ഇത് സ്വാഭാവികമായും ഈ വനപ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്നവർ ആദിവാസി വിഭാഗത്തിലൊക്കെ പെടുന്നവർ ആണ്. അവർ വനത്തെ ആശ്രയിച്ചു കൂടിയാണ് ജീവിക്കുന്നത് എന്നതാണല്ലോ നമ്മുടെ പ്രതിസന്ധി. യെസ്, അദ്ദേഹം യാത്രയിലാണ്. ടെലിഫോൺ ലൈൻ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല, കട്ടായിപ്പോയി. ഡാനി സൂചിപ്പിച്ചതുപോലെ, മിനിസ്റ്റർ തന്നെ സൂചിപ്പിച്ചതുപോലെ, ഒരു സമയത്ത് നമ്മൾ അധികമായും റിപ്പോർട്ട് ചെയ്തിരുന്നത് കാടിറങ്ങുന്ന വന്യതയെക്കുറിച്ചായിരുന്നു. കാടിറങ്ങി മൃഗങ്ങൾ ആക്രമിക്കുന്നുവെങ്കിൽ ഇതിപ്പോൾ അങ്ങനെ നമുക്ക് താരതമ്യം ചെയ്യാനാവില്ല. വനത്തിനുള്ളിൽ പോയതാണ് അത്. വനമെന്നത് തീർച്ചയായും വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയാണ്. പക്ഷേ എപ്പോഴും ഇങ്ങനെ മരണപ്പെടുന്നു, അത് ആദിവാസികളോ അല്ലെങ്കിൽ വനപ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്നവരോ ആണ് എന്നതാണല്ലോ പ്രതിസന്ധി. യെസ്, മിനിസ്റ്റർ വീണ്ടും തുടരുന്നുണ്ട്. മിനിസ്റ്റർ, കേൾക്കാമെങ്കിൽ ഈ വനത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അതിനെ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റൂ എന്നുള്ളതാണല്ലോ നമ്മൾ നേരിടുന്ന പ്രതിസന്ധി. ഹലോ മിനിസ്റ്റർ, കേൾക്കാമോ? കേൾക്കാം. നേരത്തെ ഒരു സാങ്കേതിക തടസ്സം ഉണ്ടായതാണ്. യെസ്, പറഞ്ഞോളൂ. അല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താമരവെള്ളച്ചാൽ കോളനിയിൽ കഴിഞ്ഞ ദിവസം ഒരു അപകടം ഇങ്ങനെ ഉണ്ടായി. അടിച്ചിൽ തൊട്ടി കോളനിയിലും ഇന്നലെ വിഷു ദിവസം തന്നെ ഒരു ദുരന്തം അങ്ങനെ ഉണ്ടായി. ഇന്നിപ്പോ വാഴച്ചാൽ ഫോറസ്റ്റ് ഏരിയയിൽ പെടുന്ന 2 പേർ മരണപ്പെടുന്ന ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. സാധാരണ നിലയിൽ ആന പുറത്തേക്ക് ഇറങ്ങിയതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പ്ലാൻ തയ്യാറാക്കി വരുമ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുന്നത്. രാവിലെ തന്നെ ജില്ലാ കളക്ടറും ബന്ധപ്പെട്ട ഫോറസ്റ്റ് ട്രൈബൽ ഉദ്യോഗസ്ഥന്മാരുമായി ഒരു കൂടിയാലോചന നടത്തിയിരുന്നു. ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. വനം വകുപ്പ് മന്ത്രിയെ രാവിലെ തന്നെ ബന്ധപ്പെട്ടിരുന്നു. ഈ മേഖലയ്ക്ക് ഒരു പുതിയ RRT സംവിധാനം ഉൾപ്പെടെ ആലോചിക്കണം എന്ന ആലോചന വെച്ചിട്ടുണ്ട്. വനത്തിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏത് വിധത്തിലാണ് പ്രതികരിക്കപ്പെടേണ്ടത് എന്നുള്ളത് ഒരു പുതിയ സ്ട്രാറ്റജി ആയിട്ട് വരേണ്ട ഒരു പ്രശ്നമാണ്, നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി. കാരണം ആദിവാസികൾക്ക് വനാവകാശ നിയമപ്രകാരം കാടിനകത്ത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ അവകാശപ്പെട്ടതാണ്. കാട്ടാനകളായതുകൊണ്ട് അവരുടെ കേന്ദ്രവും അത് തന്നെയായി മാറുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തെല്ലാമാണ് ആ കാര്യത്തിലുള്ള നിർദ്ദേശങ്ങൾ, ഈ കാര്യത്തിൽ സംബന്ധിച്ചൊരു വിശദമായ അഭിപ്രായം, അവരുടെ നിർദ്ദേശം നാളെ തന്നെ PCCF-നോട് രേഖാമൂലം നൽകാൻ വനം വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സാധ്യമായതെല്ലാം ചെയ്യാം. സ്വാഭാവികമായിട്ടും കാട്ടിനകത്ത് വെച്ചാണ് ഈ ദുരന്തം ഉണ്ടായതെങ്കിലും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം അടിയന്തരമായിട്ട് കൊടുക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. മരണപ്പെട്ടതിന് പകരമാകില്ലൊന്നും, എങ്കിലും സർക്കാരിന് ചെയ്യാവുന്ന പരമാവധി സഹായം അക്കാര്യത്തിൽ അടിയന്തരമായി വിതരണം ചെയ്യാനുള്ള സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് ഇക്കാര്യം നേരിട്ട് പരിശോധിക്കുന്നുണ്ട്. അവിടെ കമ്മ്യൂണിക്കേഷൻ ചില പ്രശ്നങ്ങളുണ്ട്, അവിടെ നിന്ന് വിവരങ്ങൾ ലഭ്യമാകുന്നതിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഫോറസ്റ്റുകാർ അവിടെ പോയി അകത്ത് നിന്ന് ഉപയോഗിക്കാവുന്ന സാഹചര്യമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്നെയും ജില്ലാ കളക്ടറെയും ബന്ധപ്പെടുന്നുണ്ട്. കാര്യങ്ങൾ തുടർന്ന് ആവശ്യമായ നടപടി സ്വീകരിക്കും. ഒപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു വനവിഭവ ശേഖരണത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക എന്നത് സാധ്യവുമല്ല. അപ്പോൾ കൂടുതൽ പേര് ഇത്തരത്തിൽ അപകടത്തിലൊക്കെ പെടാതിരിക്കാൻ എന്തെങ്കിലും ആലോചനകൾ നടക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, സാധാരണ നിലയിൽ ആനകൾ പുറത്തു വരുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് വനം വകുപ്പ് തയ്യാറാക്കി വരുന്നത്. അതെ, കാടിനകത്താകുമ്പോ ഇവർക്ക് അവിടെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ അധികാരമുള്ളതുപോലെ തന്നെ ആനകളുടെയും ഒരു താവളമായി ചില കേന്ദ്രങ്ങൾ മാറുന്നുണ്ട്. അപ്പോ ആദിവാസികൾ സാധാരണ നിലയിൽ നല്ല പരിചയമുള്ളത് കൊണ്ട് നമ്മൾ പോലും അത്തരം മേഖലകളിലേക്ക് പോകുമ്പോൾ, ഇപ്പൊ ഉദാഹരണത്തിന്
വിഷുവിന്റെ തലേ ദിവസം അടിച്ചിൽ തൊട്ടി കോളനിയിൽ കളക്ടർ ഉണ്ടായിരുന്നു. ആ ഏതാണ്ട് 9 മണി വരെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് പോകുന്നത്. അവിടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പോലും, ഞങ്ങൾക്ക് പുറത്തു നിന്നുള്ള ആളുകൾക്ക് പോലും വിവരം നൽകുകയും ആവശ്യമായിട്ടുള്ള മുൻകരുതൽ നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായ സാഹചര്യത്തിൽ ട്രൈബൽ ഓഫീസറുമായി കൂടി ആലോചിച്ച് ഫോറസ്റ്റുകാരെയും കൂട്ടിയിരുത്തി അത്തരത്തിൽ കാടിനകത്ത് ഇത്തരം ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള സ്ട്രാറ്റജി എന്താണ് നമുക്ക് തീരുമാനിക്കേണ്ടി വരും. അതൊരു പുതിയ മിഷനാണ്. അക്കാര്യത്തിൽ ആവശ്യമായ നടപടി ഇരു വിഭാഗങ്ങളുമായി കൂടിയാലോചിച്ച് ചെയ്യും. ആദിവാസികളും അവരുടെ സഞ്ചാര പദവും ഒരു കാരണവശാലും അപകടം വരാത്ത വിധത്തിൽ നമുക്കൊരു പൊതുപരിപാടി തയ്യാറാക്കേണ്ടി വരും. യെസ്, വളരെ നന്ദി മിനിസ്റ്റർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. റവന്യൂ മന്ത്രി ആണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിലേക്ക് പോകുമ്പോഴാണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നേരത്തെ കേരളം ചർച്ച ചെയ്യപ്പെട്ടത് വനത്തിൽ നിന്നിറങ്ങി ജനവാസ മേഖലയിൽ ആക്രമണം നടത്തുന്ന വന്യജീവികളെ സംബന്ധിച്ചാണ്. പക്ഷേ ഇവരുടെ ജീവനും വില കൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സഹായം അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ആലോചിക്കും. ഒപ്പം വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്ന ആദിവാസികളെ അപകടത്തിൽപ്പെടുന്നതിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാം എന്നത് സംബന്ധിച്ച് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകളടക്കം നടക്കും എന്നുള്ളതാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രതികരണം. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, 2 പേർ ആണ് മരണപ്പെട്ടത് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ വാഴച്ചൽ സ്വദേശികളായ അംബിക, സതീഷ് എന്നിവരാണ് മരണപ്പെട്ടിട്ടുള്ളത്. മറ്റു ചിലരും ഈ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അവർ ചിതറിയോടി കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ എന്ന് മനസ്സിലാക്കുന്നു. ഇവർ കുടിൽ കെട്ടി, അതായത് വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ആ പ്രദേശത്ത് തന്നെ തമ്പടിച്ചിരുന്നവർ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ് അഭിലാഷ്. നമുക്ക് വളരെ കൃത്യമായ അതിന്റെ ഒരു വിവരത്തിലേക്ക് വരുമ്പോൾ ഈ വഞ്ചിക്കടവിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ 2 പേരാണ് ഇപ്പോൾ ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വാഴച്ചാൽ ശാസ്താംപൂവം ഉന്നതിയിലെ സതീഷ്, അംബിക എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. ഇവര് വഞ്ചിക്കടവിൽ താൽക്കാലിക കുടിൽ കെട്ടി അവിടെ താമസിക്കുകയായിരുന്നു. കുടുംബങ്ങൾക്കൊപ്പമാണ് ഇരുവരും ഉണ്ടായിരുന്നത്. ഇവർക്ക് നേരെയാണ്, ഇവരടങ്ങുന്ന സംഘത്തിന് നേരെയാണ് ഈ കാട്ടാനക്കൂട്ടം പാഞ്ഞടുക്കുന്നത്. അതിൽ എല്ലാവരും തന്നെ ചിതറി ഓടുന്നു. എന്നാൽ ഇവർ ഈ 2 പേരും ആനയുടെ മുന്നിൽ വീഴുകയായിരുന്നു എന്നാണ്. അംബികയുടെ മൃതദേഹം പുഴയിൽ നിന്നാണ് കണ്ടെടുത്തത്. സതീഷിന്റേത് പാറപ്പുറത്തു നിന്നാണ് കണ്ടെത്തിയത്. സതീഷിന് ആനയുടെ ആക്രമണത്തിൽ മാരകമായ രീതിയിൽ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നീട് ഈ വിവരം അറിഞ്ഞ് എത്തിയവർ, ഒപ്പം തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ എത്തുന്ന ഇവരെ മറ്റുള്ളവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഇതെല്ലാം തന്നെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയം വലിയ രീതിയിൽ തന്നെ അവിടെ ആശങ്കകൾ സൃഷ്ടിക്കുന്നു എന്നതാണ്. കാരണം തൊട്ടു മുന്നേയുള്ള ദിവസമാണ് അടിച്ചിൽ തൊട്ടിയൂരിലെ തമ്പാന്റെ മകനായ സെബാസ്റ്റ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഇതിന്റെ എല്ലാം ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഇവർ കാടിനുള്ളിലേക്ക് കയറിയവരാണ്. നേരത്തെ മന്ത്രി അടക്കം സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ഒരു ഉപജീവന മാർഗമെല്ലാം തന്നെ ഇതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ, കാരണം ഈ രീതിയിലുള്ള ഒരു അപകടങ്ങൾ, ഈ രീതിയിലുള്ള ഒരു ആക്രമണങ്ങൾ, ഇതിൽ ഏത് രീതിയിലാണ് അതിനെ പ്രതിരോധിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ അടക്കം വേണ്ടി വരുന്നു. ഇത് ഒരു സ്ഥലത്തെ മാത്രമല്ല, വന്യമൃഗങ്ങളുടെ ആക്രമണം നേരിടുന്ന എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അടക്കമുള്ള ഇടങ്ങളെല്ലാം തന്നെയുണ്ട്. എല്ലായിടത്തും സമാന സ്വഭാവത്തിൽ തന്നെ പലപ്പോഴും കാടിറങ്ങുന്ന ഈ ഒരു വിഷയങ്ങൾ. പക്ഷേ ഇപ്പോൾ ഇത് കാടിനകത്തേക്ക് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നവരാണ് ഇപ്പോൾ ഈ അപകടത്തിലേക്ക് പെടുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഇവരുടെ മൃതദേഹങ്ങൾ മാറ്റിയത് ഇനിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉടൻ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്ന രീതിയിലേക്ക് അടക്കം നീങ്ങുകയാണ്. ഈ രീതിയിൽ അതിരപ്പള്ളി വനമേഖലയിൽ വലിയ രീതിയിലുള്ളൊരു കാട്ടാനകളുടെയും വന്യമൃഗങ്ങളുടെയും എല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ, വൈഷമ്യങ്ങളെല്ലാം തന്നെ ഇവർ നേരിടുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളായി ഇപ്പോൾ 2 മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ദൗർഭാഗ്യകരമെന്ന് പറയുന്നത് ഒരു ദിവസത്തിന് മുൻപ്, ഏതാണ്ട് 3 ദിവസം ഒരു ഇടവേളയിൽ 3 മരണങ്ങൾ ഈ സമാനമായ രീതിയിൽ തന്നെ നടന്നിരിക്കുന്നു എന്നതാണ് അഭിലാഷ്. ഇതിൽ